അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 5-ാമത്തെ അധ്യായം 28-ാമത്തെ ശ്ലോകം മുതൽ 35 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അദ്യാഹം തവ പാദപങ്കജപരാഗാദാനഗർവേണ വൈ ധന്യോസ്മീതി യഥാർത്ഥവാദനിപുണോ ജാത പ്രസാദാച്യത്തെ. യാചേ ത്വാം ഭവഭീതിനാശചതുരാം മുക്തിപ്രദാം ചേശ്വരീം ഹിത്വാ മോഹകൃതം മഹാർത്തിനിഗഡം ത്വദ്ഭക്തിയുക്തം കുരു. അതോഹം ച ജാതോ വിമുക്ത കഥം സ്യാം സരോജാതമേയാ ത്വദാവിഷ്കൃതാദ്വൈ തവാജ്ഞാകര കിങ്കരോസ്മീതി നൂനം. ശിവേ പാഹി മാം മോഹമഗ്നം ഭവാബ്ധൗ ന ജാനന്തി യേ മാനവാസ്തേ വദന്തി പ്രഭും മാം തവാദ്യം ചരിത്രം പവിത്രം. യജന്തീഹ യേ യാചകാ സ്വർഗകാമാ ന തേ തേ പ്രഭാവം വിദന്ത്യേവ കാമം. ത്വയാ നിർമ്മിതോഹം വിധിത്വേ വിഹാരം
വികർത്തും ചതുർധാ വിധായാദിസർഗം അഹം വേത്മി കോന്യോ വിവേദാദിമായേ ക്ഷമസ്വാപരാധം ത്വഹങ്കാരജം മേ ശ്രമം യേഷ്ടധാ യോഗമാർഗേ പ്രവൃത്ത പ്രകുർവ്യന്തി മൂഢാ സമാധൗ സ്ഥിതാ വൈ ന ജാനന്തി തേ നാമ മോക്ഷപ്രദം വാ സമുച്ചാരിതം ജാതു മാതർമിഷേണ വിചാരേ പരേ തത്വസംഖ്യാവിധാനേ പദേ മോഹിതാ നാമ തേ സംവിഹായ ന കിം തേ വിമൂഢാ ഭവാബ്ധൗ ഭവാനി ത്വമേവാസി സംസാരമുക്തിപ്രദാ വൈ പരം തത്വവിജ്ഞാനമാദ്യൈർജനജ്ഞൈ അജേജാനുഭൂതം ത്യജന്ത്യേവ തേ കിം നിമേഷാർത്ഥമാത്രം പവിത്രം ചരിത്രം ശിവാജാംബികേ ശക്തിരീശേതി നാമ ന കിം ത്വം സമർത്ഥാസി വിശ്വം വിധാതും ദൃശൈവാശു സർവം ചതുർഥാ വിഭക്തം വിനോദാർത്ഥമേവം വിധം മാം വിധായാതി സർഗേ കിലേദം കരോഷീതി കാമം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 5-ാമത്തെ അധ്യായം 28-ാമത്തെ ശ്ലോകം മുതൽ 35-ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇന്നു നിന്റെ പാദപത്മ പരാഗത്തെ തേടി ഞാനും, ഇന്നു ധന്യനായി ഞാനും അറിവുണർന്നു. ഭുവനേശ്വരി മുക്തിദേ ഭവഭീതി തീർക്കുന്നോളെ, ഭക്തനാക്കു ദുഃഖച്ചങ്ങലയെ മുറിക്കൂ. നീ സൃഷ്ടിച്ച മഹാപത്മം തന്നിലായി ജനിച്ച ഞാനും, നിന്റെ കൃപ കൂടിടാതെ മുക്തനാകുമോ? നിന്റെ കൽപ്പനകൾ അനുസരിച്ചിടും ദാസൻ ഞാനും, നീ രക്ഷിക്കു ഭവസാഗരത്തിൽ മഗ്നൻ ഞാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അവിടുത്തെ പവിത്രമാം ചരിത്രമറിയാത്തവർ അവർ ചൊല്ലും ഞാനാണു പ്രഭുവെന്നു നൂനം. ആരാണോ സ്വർഗം മോഹിച്ചു യജ്ഞങ്ങളെ ചെയ്തിടുന്നു, അവർ നിന്റെ പ്രഭാവത്തെ അറിയുന്നില്ല. സൃഷ്ടി ചെയ്തു വിഹരിക്കാൻ നീ എന്നെ സ്രഷ്ടാവുമാക്കി. സൃഷ്ടി ചെയ്തു ഞാനും 4 വിധത്തിലായി. എനിക്കു എല്ലാം അറിയാം, മറ്റാരു ഇതറിയുന്നു എന്ന അഹങ്കാരം പോറുത്തെന്നെ കാക്കണേ. അമ്മേ ദേവി ഭഗവതി,
അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എട്ടു വിധത്തിലുള്ളതാം യോഗമാർഗം തേടിയിടുന്ന എത്രയോ മൂഢന്മാർ സത്യം അറിയുന്നില്ല. എങ്ങിനെയെങ്കിലും തവ നാമമൊന്നു ഉച്ചരിച്ചാൽ എത്തുമവൻ മോക്ഷത്തിലേക്കെന്നതാം സത്യം. സാഖ്യാദിയാം തത്വചിന്തകളിൽപ്പെട്ടു കഠിനമാം സംസാര ദുഃഖത്തിൽപ്പെട്ടു പിടയുമ്പോഴും സർവേശ്വരി നിന്റെ നാമം ചൊല്ലുന്നില്ല മൂഢജനം. സംസാരത്തിൽ മുക്തിയേകും ദേവി നീ തന്നെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പരമമാം തത്വം എന്തെന്നറിഞ്ഞവർ പോലും ദേവി പവിത്ര ചരിതം ഓർക്കാതിരുന്നിടുമോ? ഈശ അംബിക ശക്തിയാദി അവിടുത്തെ നാമങ്ങളെ ശിവേ തവ നാമജാപം ശിവേ തവ നാമം ജപിക്കാതിരിക്കുമോ? വിശ്വസൃഷ്ടിക്കു നീയും സമർത്ഥയല്ലെന്നോ ദേവി? വിശ്വമാകെ കടാക്ഷത്താൽ സൃഷ്ടിച്ചു നീയും. വിനോദമായി എന്നെയും നീ സൃഷ്ടിച്ചല്ലോ ലീലയായി. വിശ്വവന്ദ്യ എന്നെ സൃഷ്ടികർത്താവുമാക്കി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണീ ശരണം, കാളീ ശരണം, ഭദ്രകാളീ ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീ വ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 185-ാമത്തെ ദിവസം. ശ്രീമദ് ദേവി ഭാഗവത ഉപാസനയോടൊപ്പം തന്നെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിലൂടെയും ഭഗവാന്റെ കഥകൾ പറയാനുള്ള ഭാഗ്യം ആ ഈശ്വരീയ കാരുണ്യമായിട്ട് ഈ ഉള്ളവനിൽ വന്നു ചേരുന്നു. ഇപ്പോൾ പട്ടാമ്പിക്കടുത്ത് മുതുതല അയ്യപ്പങ്കാവ് അയ്യപ്പക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ഇന്ന് സപ്താഹയജ്ഞത്തിൻ്റെ 2-ാം ദിവസമാണ്. ഈ വരുന്ന തിങ്കളാഴ്ച ഡിസംബർ
1-ാം തീയതി ഗുരുവായൂർ ഏകാദശിയുടെ അന്നാണ് യജ്ഞം ഉച്ചയോടുകൂടി സമർപ്പിക്കുക. അപ്പോൾ ഈ പ്രദേശത്ത് ഉള്ള ആളുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ യജ്ഞത്തിൽ പങ്കുചേരാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. ഈ പ്രദേശത്ത് പട്ടാമ്പിക്കടുത്ത് നിങ്ങളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും ഈ വിവരം അറിയിക്കാൻ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 28 മുതൽ 35 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും അതേപോലെ ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. ഇവിടെ ദേവിയെ സ്തുതിക്കുകയാണ്. ആ സ്തുതിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അദ്യാഹം തവ പാദപങ്കജ പരാഗാദാന ഗർവേണ വൈ ധന്യോസ്മീതി യഥാർത്ഥവാദനിപുണോ ജാത പ്രസാദാച്യത്തെ യാചേ ത്വാം ഭവഭീതി നാശചതുരാം മുക്തിപ്രദാം ചേശ്വരീം ഹിത്വാ മോഹകൃതം മഹാർത്തിനികടം ത്വദ്ഭക്തിയുക്തം കുരു. ഇന്ന് അമ്മയുടെ ആ പാദപങ്കജ പരാഗം അത് സ്വീകരിച്ചതുകൊണ്ട് ഞാനിതാ ധന്യനായി എന്ന് പറയുന്നു. അവിടുത്തെ പ്രസാദം ലഭിച്ചതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ളത് പറയാൻ സമർത്ഥനായി തീർന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വാക്കായി നിലനിൽക്കുന്നത് വാണീദേവിയായിരിക്കുന്ന അവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഭുവനത്തിന് മുഴുവൻ ഈശ്വരിയായി മുക്തിപ്രദയായി ഭവഭീതി നാശചതുരാം, ഭവഭീതിയെ സംസാരമാകുന്ന ആ ഭയത്തെ നശിപ്പിക്കുന്ന അതിന് സാമർഥ്യമുള്ള അവിടുത്തോട് ഞാനിതാ യാചേത്വാം, അവിടുത്തോട് ഞാൻ യാചിക്കുന്നു. എന്താ യാചിക്കണത്? മോഹം കൊണ്ടുണ്ടാകുന്ന മഹാദുഃഖച്ചങ്ങല, മഹാർത്തിനികടം, അതിൽ കുടുങ്ങിയേക്കാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ ത്വദ്ഭക്തിയുക്തം കുരു, അവിടുത്തെ ഭക്തനാക്കി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോഹം, അതുകൊണ്ട് ചജാതോ വിമുക്ത കഥം സ്യാം സരോജാതമേയാത്വദാവിഷ്കൃതാദ്വൈ തവാജ്ഞാകര കിങ്കരോസ്മീതി നൂനം ശിവേ പാഹി മാം മോഹമഗ്നം ഭവാബ്ധൗ. അതുകൊണ്ട് ഹേ ശിവേ മംഗളസ്വരൂപിണി, നീ സൃഷ്ടിച്ച ആ മഹത്തായ താമരയ്ക്കുള്ളിൽ ജനിച്ച ഞാൻ എങ്ങനെയാണ് മുക്തനാവുക? ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ്. ആദ്യം വിഷ്ണുവിൻ്റെ സ്തുതി കേട്ടു, പിന്നെ മഹാദേവൻ്റെ സ്തുതി, ഇപ്പം ബ്രഹ്മാവ് സ്തുതിക്കുകയാണ്. അവിടുത്തെ തവാജ്ഞാകര കിങ്കരോസ്മീതി, അവിടുത്തെ കൽപ്പന അനുസരിക്കുന്ന കിങ്കരനാണ് ഞാൻ എന്ന് തീർച്ചയാണ്. ഭവസാഗരത്തിൽ മോഹമഗ്നം ഭവാബ്ധൗ, അങ്ങനെ ഈ ഭവസാഗരത്തിൽ മഗ്നനായ എന്നെ അവിടുന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ പ്രാർത്ഥിക്കണു. പാഹിമാം ന ജാനന്തിയേ മാനവാസ്തേ വദന്തി പ്രഭും മാം തവാദ്യം ചരിത്രം പവിത്രം യജന്തീഹയേ യാചക സ്വർഗകാമ നതേ തേ പ്രഭാവം വിദന്ത്യേവ കാമം. അവിടുത്തെ പവിത്രമായ ചരിത്രമറിയാത്ത മനുഷ്യർ ആരാണോ അവർ പറയും ഞാനാണ് പ്രഭു എന്ന്. ആരാണോ സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കേവലമായ ഭൗതികമായ ഒരു സുഖം, അതാണ് സ്വർഗസുഖം, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി യാഗം ചെയ്യുന്നവർ, അവർ ഒരിക്കലും അമ്മേ അവിടുത്തെ പ്രഭാവത്തെ തിരിച്ചറിയുന്നില്ല. ത്വയാ നിർമ്മിതോഹം വിധിത്വേ വിഹാരം വികർത്തും ചതുർധാ വിധായാതിസർഗം അഹം വേത്നികോന്യോ വിവേദാദിമായേ ക്ഷമസ്വാപരാധം ത്വഹങ്കാരജം മേ. സൃഷ്ടി ചെയ്ത് വിഹരിക്കാൻ വേണ്ടി നീ എന്നെ വിധാതാവാക്കി. ഞാൻ എന്തു ചെയ്തു? ചതുർധാ വിധായാതിസർഗം, 4 തരത്തിൽ ഞാൻ സൃഷ്ടി ചെയ്തു. അണ്ഡജം, സ്വേദജം, ഉദ്ഭിജം, ജരായുജം. ഇങ്ങനെ 4 തരത്തിലാണ് സൃഷ്ടി എന്നാണ്. എനിക്ക് എല്ലാം അറിയാം, മറ്റ് ആരാണിത് അറിയുന്നത്? ഇങ്ങനെയുള്ള അഹങ്കാരത്തിൽ നിന്ന് എനിക്കുണ്ടായ അപരാധങ്ങളെ മുഴുവൻ
അമ്മേ അവിടുന്ന് ക്ഷമിക്കണേ. ശ്രമം യേഷ്ടധാ യോഗമാർഗേ പ്രവൃത്ത പ്രകുർവ്യന്തി മൂഢാ സമാധൗ സ്ഥിതാ വൈ ന ജാനന്തി തേ നാമ മോക്ഷപ്രദം വാ സമുച്ചാരിതം ജാതു മാതർമിഷേണ. യോഗമാർഗം യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഇങ്ങനെയുള്ള അഷ്ടാംഗ യോഗമാർഗത്തിലൂടെ പരിശ്രമിച്ച് സമാധിയിലേക്കെത്തുന്ന ആളുകൾ, ധ്യാനയോഗത്തെ ആശ്രയിക്കുന്ന മൂഢന്മാർ ന ജാനന്തി, അവരെ അറിയുന്നില്ല. എന്ത്? ഇത്രയൊന്നും വേണ്ട, അവിടുത്തെ നാമം ഒന്ന് ജപിച്ചാൽ, വേറൊന്നും വേണ്ട എന്നാണ്. ഭഗവതിയുടെ നാമം ഒന്ന് ജപിച്ചാൽ തന്നെ അത് മോക്ഷപ്രദമാണ് എന്നറിയാതെ അതികഠിനമായിട്ടുള്ള പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെയുള്ള ധ്യാനമാർഗത്തെ അവലംബിക്കുന്നു. ഇത്ര അനായാസകരമായിരിക്കുന്ന നാമസങ്കീർത്തനം ഉണ്ടായിട്ട് പോലും വിചാരേ പരേ തത്വസംഖ്യാവിധാനേ പദേ മോഹിത നാമത്തെ സംവിഹായ ന കിം തേ വിമൂഢാ ഭവാബ്ധോ ഭവാനി ത്വമേവാസി സംസാരമുക്തിപ്രദാവൈ. സാഖ്യം തുടങ്ങിയ സാഖ്യയോഗം അത് സംഖ്യയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം തത്വചിന്താപരമായ വിചാരധാരയിൽ മുഴുകി സത്യത്തിൽ അവിടുത്തെ നാമത്തെ സംവിഹായ, അവിടുത്തെ ആ നാമം പോലും ഓർക്കാതെ വാക്യജാലങ്ങളിൽ മോഹിതരായിത്തീരുന്നു. അവര് ഈ സംസാര സമുദ്രത്തിൽ ഉഴറുന്ന മൂഢന്മാരല്ലേ അമ്മേ. ഹേ ഭവാനി ത്വമേവാസി സംസാരമുക്തിപ്രദാവൈ, സംസാര സമുദ്രത്തിൽ നിന്ന് മുക്തി നൽകുന്നവൾ നീ മാത്രമാണ്, നീ തന്നെയാണ്. പരം തത്വവിജ്ഞാനമാദ്യർജനന്യേയജേ ചാനുഭൂതം ത്യജന്ത്യേവതേ കിം നിമേഷാർത്ഥമാത്രം പവിത്രം ചരിത്രം ശിവേ ചാംബികേ ശക്തിരീശേതി നാമ. 30-ാമത്തെ ശ്ലോകത്തിൽ പ്രഭും മാം തവാദ്യം ചരിത്രം പവിത്രം എന്ന് പറഞ്ഞു. ഇവിടെയോ? ഇവിടെ നിമേഷാർത്ഥമാത്രം പവിത്രം ചരിത്രം, അർത്ഥം ഒന്ന് തന്നെ ഏകദേശം അല്ലേ. പരമമായ തത്വം എന്തെന്നറിഞ്ഞിട്ടുള്ള പൂർവസൂരികൾ പോലും ഒരു നിമിഷനേരം അവിടുത്തെ ചരിത്രം, പവിത്രതയാർന്ന അവിടുത്തെ ചരിത്രം സ്മരിക്കാതിരിക്കുന്നുണ്ടോ എന്നാണ്. അവർ പോലും അവിടുത്തെ ചരിത്രത്തെയാണ് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവ, അംബിക, ശക്തി, ഈശ ഇങ്ങനെയുള്ള നാമങ്ങൾ ജപിക്കാതിരിക്കുന്നുണ്ടോ? അവർ പോലും അവിടുത്തെ സ്മരിക്കുകയും അവിടുത്തെ നാമം ജപിക്കുകയും ചെയ്യണു അമ്മേ. ന കിം ത്വം സമർത്ഥാസി വിശ്വം വിധാതും. എന്താ അവിടുന്ന് വിശ്വസൃഷ്ടിക്ക് സമർത്ഥയല്ലേ? തീർച്ചയായും സമർത്ഥയാണ്. ദൃശൈവാശു സർവം ചതുർത്ഥാ വിഭക്തം. എങ്ങനെ? വിനോദാർത്ഥമേവം വിധം മാം വിധായാതിസർഗേ കിലേദം കരോഷീതി കാമം. കടക്കണ്ണിൻ്റെ ഒരു നോട്ടം കൊണ്ട് 4 പ്രകാരത്തിലുള്ള പ്രാണിസമൂഹത്തെ സൃഷ്ടിക്കാൻ അവിടുത്തേക്ക് സാധിക്കും ഇല്ലേ? നേരത്തെ പറഞ്ഞില്ലേ, ആ അണ്ഡജം, ശ്വേതജം, ഉദ്ഭിജം, ജരായുജം ഇങ്ങനെ. അപ്പം സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ കേവലം വിനോദത്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ച് അവിടുത്തെ ഇച്ഛയനുസരിച്ച് സൃഷ്ടികർമ്മത്തിന് നിയോഗിച്ചില്ലേ അമ്മേ. അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ ആ സ്തുതി 35-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. 36 മുതൽ 46 കൂടിയുള്ള ശ്ലോകങ്ങൾ അത് നമുക്ക് നാളെ അനുസ്മരിക്കാൻ ഭഗവതി അനുവാദവും അനുഗ്രഹവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച
ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.